ഞാനും കൂടെ നാളെ നിങ്ങളുടെ കൂടെ വന്നോട്ടെ. എനിക്കും എക്സർസൈസ് ചെയ്യണം. ആള് കാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്ത് തോന്നണു? ദുബായി തന്നെ നിന്നാ മതിയായിരുന്നു തോന്നുന്നു. ഹലോ, അങ്ങനെ നമ്മുടെ ഇപ്പം മുളകും പുതിയ പ്രൊമോ, കിട്ടിലൻ പ്രൊമോ. നമ്മുടെ പാറമട വീടിനെ ഞെട്ടിച്ച് അയാൾ വീണ്ടും വരുന്നു. അതെ പ്രേക്ഷകരെ, നമ്മുടെ പാറമട വീട്ടിൽ നിന്ന് എല്ലാവരും എന്താ പറയാ, ഭയങ്കര ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങും. എക്സർസൈസ് ചെയ്യാൻ പോകുന്നു, ഓടാൻ പോകുന്നു, ചാടാൻ പോകുന്നു, ഫുഡിലൊക്കെ ക്രമീകരണങ്ങൾ വരുത്തുന്നു. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ മാത്രമില്ലേ, ബാക്കി എല്ലാവരും, നമ്മുടെ പാറക്കുട്ടി അടക്കം എല്ലാവരും ഇതിൽ പോകുന്നുണ്ട്, ഓടാൻ പോകുന്നുണ്ട്, എക്സർസൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധുവളിയൻ എന്തൊക്കെയോ ചെയ്യുന്നതിനിടയിൽ കൊളുത്തി പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ സിദ്ധുവളിയൻ പറയുന്നുണ്ട്, ഓ ദൈവമേ, എനിക്ക് പുറത്ത് ദുബായി തന്നെ നിന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. ലച്ചുവിനായാലും എന്താണ്ടൊക്കെ ചെയ്ത് ലാസ്റ്റ് അവിടെ ഇവിടെയും കോച്ചിപ്പിടുത്തോ വേദന വരുന്നുണ്ട്. നമ്മുടെ കേശുവിനും അങ്ങനെ തന്നെ, നമ്മുടെ കനകാന്റി ഉണ്ട്, പാറക്കുട്ടിയുണ്ട്, അവർക്ക് എല്ലാവർക്കും വയ്യാതെ ആയേ. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ ഇടയ്ക്ക് ഇവരോട് ചോദിച്ചായിരുന്നു, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ഓടിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ഏയ് വേണ്ട വേണ്ട, അമ്മൂമ്മ വരണ്ട, അമ്മൂമ്മ ഞങ്ങള് തിരികെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുടിക്കാൻ പാല് തിളപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭവാനി അമ്മൂമ്മ ഫാ എന്ന് പറഞ്ഞ ആട്ടുന്നൊക്കെ ഉണ്ട്, വളരെ രസമായിട്ടോ കാണാൻ വേണ്ടി. അങ്ങനെ ഇവരെല്ലാവരും ഓരോ കുത്തും പരിക്കൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഭവാനി അമ്മൂമ്മ പോളിഫ്രീക്ക് വേഷത്തിൽ പാൻറ്റും ബനിയനൊക്കെ ഇട്ട് ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ. അപ്പൊ ഇവര് ആദ്യം ഇവർക്ക് പിടികിട്ടത്തില്ല, ആരാണിത്, പാറമട ഈ വീട്ടിൽ ആരാണ് പുതിയൊരാള് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെയാണ് ഇത് അമ്മൂമ്മയാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അടിമുടി മാറിയ ഒരു ഭവാനി അമ്മൂമ്മയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കട്ടെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.